ഹലോ ഐ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നല്ല ബേക്കറി സ്റ്റൈൽ പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ റെസിപ്പി ഫുള്ള് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പ്ലം കേക്ക് തയ്യാറാക്കാമേ. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാരമലൈസേഷൻ ചെയ്യണം. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിൽ നമുക്ക് ചൂടാക്കണം. ഒന്നും ഇളക്കോ പിടിക്കോ വേണ്ട. കാരമലൈസ് ആയ ശേഷം 150 ml ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. സൂക്ഷിക്കണം, ചൂടുള്ള വെള്ളം ഒഴിക്കുമ്പം കയ്യിൽ തെറിക്കാതെ. എന്നിട്ടിത് നന്നായി ഡിസോൾവ് ചെയ്ത ശേഷം നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ കാരമൽ സിറപ്പ് റെഡിയായി. ഇപ്പം ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഓൾറെഡി ഹോം മെയ്ഡ് വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മാവ് എടുക്കാൻ നമുക്ക് ഞാൻ 250 ഗ്രാമാണ് മാവ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ഏലക്ക പൊടിച്ചത്, പിന്നെ കറുവപ്പട്ട പൊടിച്ചത്, ജാതിക്ക പൊടിച്ചത്, പിന്നെ ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ സോക്ക് ചെയ്ത വൈനൊക്കെ മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കുക. നട്ട്സ്, കാഷ്യൂം, ആൽമണ്ട്സും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിൽ നമ്മൾ 200 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ നന്നായി ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് 200 ഗ്രാം കേട്ടോ ബട്ടർ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടിത് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ പഞ്ചസാര ചേർത്താൽ മതിയെങ്കിൽ അങ്ങനെ ആവാം. ബ്രൗൺ ഷുഗർ ആയതുകൊണ്ട് 200 ഗ്രാമാണ് ചേർക്കുന്നത്. നോർമൽ പഞ്ചസാരയ്ക്ക് മധുരം കൂടുതലാണ്, അപ്പോൾ അതനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി ഒന്ന് ഫ്ലഫി ആയിട്ട് നമുക്കിത് ബീറ്റ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഞാൻ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബ്രൗൺ ഷുഗർ ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് ഈ കളർ വന്നത് കേട്ടോ. ഇപ്പോൾ 4 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒറ്റയടിക്ക് ചേർക്കാതെ 3 ഭാഗമായിട്ട് കുറച്ച് ആയിട്ട് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഓൾസോ ഇതിന് മുന്നേ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് പാൻ നന്നായി ബേക്കിംഗ് പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഓവൻ നമുക്ക് 180 പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ 180 പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ അടിച്ച മുട്ട 3 പ്രാവശ്യമായിട്ട് 4 മുട്ട അകട്ടെടുത്ത് നന്നായി ചേർത്ത് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് എടുത്ത ശേഷമാണ് നമ്മൾ അടുത്ത പ്രോസസ്സ് തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കാരമൽ സിറപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത്രയും ഫുൾ കാരമൽ സിറപ്പ് ഇതിലേക്ക് വേണ്ട. നമുക്ക് ഒരു 1/4 കപ്പ് കാരമൽ സിറപ്പ് അളന്ന് ഇതിലേക്ക് ഒഴിക്കാം. ബാക്കി അടുത്ത കേക്കിന് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഒഴിക്കുന്ന ഹോം മെയ്ഡ് ഗ്രേപ്പ് വൈനാണ്. ഇത് ഞാൻ സെപ്പറേറ്റ് ഒഴിക്കുന്നതല്ല. നമ്മൾ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ഞാനൊരു അരിപ്പയ്ക്കകത്ത് വെച്ചപ്പം അടിയിൽ വന്ന് കൂടിയ ഒരു വൈനാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ചേർക്കുക 1/4 കപ്പ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കിസാൻ്റെ ജാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കതാണ് ഇഷ്ടപ്പെടാറ് കേട്ടോ. ഇതിൻ്റെ പ്രയോജനം ഒരു ഫ്ലേവറും പ്ലസ് മോയ്സ്ചറും കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഓൾറെഡി ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട്. അപ്പം അത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ചേർത്തിട്ട് ഒറ്റയടിക്ക് ചേർക്കാതെ ആദ്യം സ്വല്പം ചേർത്തിട്ട് 1/4 കപ്പ് ക്രീം അല്ലെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക്, ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഫുൾ ഫാറ്റ് ക്രീമാണ് എടുത്തിരിക്കുന്നത്, 1/4 കപ്പ്. അപ്പം ആദ്യം മാവ് ഒരു പ്രാവശ്യം ഇത്തിരി ചേർത്ത് കൊടുത്ത് നമ്മുടെ ക്രീമോ പാലോ സ്വല്പം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് മാവും പാല് അഥവാ ക്രീം ആൾട്ടർനേറ്റ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്യുക. ബീറ്ററല്ല യൂസ് ചെയ്യേണ്ട, സ്പാച്ചുള യൂസ് ചെയ്ത് ഫോൾഡിങ് ചെയ്താണ് എടുക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ മാവായിരിക്കണം ഇടേണ്ടത്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ബാച്ച് മാവിട്ട് കഴിഞ്ഞു. ക്രീം ഓൾറെഡി എല്ലാം തീർത്ത് കഴിഞ്ഞു. 1/4 കപ്പ് ക്രീം അഥവാ 1/4 കപ്പ് ഫുൾ ഫാറ്റ് പാല്. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്കൊരു തിക്ക് ബാറ്റർ ആയിരിക്കും കിട്ടുക. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായി. ഞാൻ ഓൾറെഡി കേക്ക് പാൻ ബേക്കിംഗ് പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എല്ലാ വശവും ബേക്കിംഗ് പേപ്പർ ഇട്ടാൽ ഈ പ്ലം കേക്കിന് ലോങ് കുക്കിംഗ് ആവശ്യമുള്ളതുകൊണ്ട് കരിഞ്ഞു പോകാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ബാറ്റർ ഇതിൽ ലെവലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് സ്വല്പം കാഷ്യൂവും ചെറിയും കൂടെ വെക്കുന്നുണ്ട്. ഓപ്ഷനാണ്, നിങ്ങൾക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് മേലെ വെക്കണോ വെക്കാം കേട്ടോ. അപ്പം ഞാൻ ചൂസ് ചെയ്യുന്നത് കാഷ്യൂവും ഗ്ലേസ്ഡ് ചെറിയും കൂടാണ് വെക്കുന്നത്.
ഇപ്പോൾ ഇതെല്ലാം പ്ലേസ് ചെയ്ത ശേഷം നമ്മൾ ഓൾറെഡി ഓവൻ 180 സിക്ക് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് 170 സിക്ക് കുറച്ചിട്ട് നമ്മൾ മിഡിൽ റാക്കി വെച്ച് 45 to 55 മിനിറ്റ്സ് നിങ്ങളുടെ ഓവൻ്റെ ഹീറ്റ് അനുസരിച്ച് ബേക്ക് ചെയ്യുക. ഇവിടെ കേക്ക് പെർഫെക്റ്റ്ലി ബേക്കായി, ഇപ്പോൾ കൂളായി. ഇത് ഞാൻ ബേക്ക് ചെയ്ത വലിയ കേക്കിൻ്റെ അല്ല ഞാൻ കട്ട് ചെയ്യുന്നത്, ഞാനൊരു കുഞ്ഞു കേക്കും കൂടെ ബേക്ക് ചെയ്തു അതാ കട്ട് ചെയ്യുന്നത്. കാരണം വലിയ കേക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നേ. അപ്പോൾ അത് അതിൻ്റെ തന്നെ സെയിം ബാറ്ററിലുള്ള കുഞ്ഞു കേക്കാണ് അത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം കണ്ടോ എന്ത് പെർഫെക്റ്റായിട്ട് യമ്മി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. നമ്മൾ ശരിക്കും ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ ടെക്സ്ചറും ടേസ്റ്റും ആണ് കേട്ടോ ഈ കേക്കിന്. അപ്പോൾ എല്ലാവരും ഇത് ഇത്തവണ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പോലെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫോട്ടോസൊക്കെ അയച്ചു തരാം നിങ്ങൾ ട്രൈ ചെയ്യുന്നത്, ഞാൻ പേജിൽ ഇട്ടേക്കാം. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.